ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ന്യൂ ബോൺ ബേബി ഫ്രോക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ. 3 മാസം തൊട്ട് 6 മാസം പ്രായത്തിനിടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു കുട്ടി ബേബി ഫ്രോക്ക് ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് പാറ്റേൺ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷമാണ് മാർക്കിങ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ലൈൻസ് ഒന്ന് സ്ട്രെയിറ്റ് ആയി കിട്ടാനായിട്ട് ഞാനൊരു ബേസ് ലൈൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് ലെങ്ത് ആണ് കേട്ടോ. അത് ഞാനൊരു 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇത് 3 to 6 month വാവകൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ പോയിന്റ് ആണ്. അത് ഞാനൊരു 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡറിനെ കാട്ടിലും ഞാനൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് ഇവിടെ ആം ഹോൾ ലൈൻ ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ കൈക്കുഴിയൊക്കെ ഇച്ചിരി ഇറങ്ങിയിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് ആണ്. ഞാനിവിടെ ചെസ്റ്റ് റൗണ്ട് ആയിട്ട് എടുത്തിരിക്കുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 പറയുമ്പോൾ നമുക്ക് 4.5 ഇഞ്ചാണ് വരുന്നത്. അതിനോടൊപ്പം ഞാൻ 1/2 ഇഞ്ചാണ് ലൂസാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെസ്റ്റ് റൗണ്ട് 19 ഇഞ്ചും എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എത്രയാണോ ചെസ്റ്റ് കൊടുത്തത് അത് തന്നെയാണ് ഞാൻ വേസ്റ്റ് ആക്കിയും കൊടുക്കുന്നത്. 4.5 ഇഞ്ച് പിന്നെ 1/2 ഇഞ്ച് ലൂസുമായിട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ ഒരു പാറ്റേണിൻ്റെ സൈഡ് ഹാങ് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കഴുത്തകലമാണ്. അത് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുത്തിറക്കം വന്നിട്ടൊരു 2.5 ഇഞ്ചൊക്കെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും ചെറിയൊരു ചരിവുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഇഞ്ച് താത്തി മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി ഷേപ്പ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ആം ഹോൾ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. ഇതേപോലെ 2 പോയിന്റ്സ് കണ്ടുപിടിക്കുക. അതിൽ ആദ്യത്തെ പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. സാധാരണ ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൈക്കുഴി കുറച്ചും കൂടെ കുഴിച്ച് കട്ട് ചെയ്യത്തില്ലേ, ഇതിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കുഞ്ഞുവാവയായിട്ട് പിള്ളേർക്ക് പൊതുവെ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. അപ്പം ഞാനൊരു വി ഷേപ്പാണ് നെക്കിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുണ്ടോ, നമ്മുടെ ആ ഒരു വി ഷേപ്പിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ സൈഡിൽ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് നമ്മുടെ യുക്തിക്കനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു കഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇതേപോലെ കേർവ് ആയിട്ടുള്ളൊരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പം ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പുറത്ത് വരുന്നതും അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് അകത്ത് വരുന്നതുമാണ്. അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് സൈഡ് നമുക്ക് ഫ്രണ്ടിൽ വിസിബിൾ ആകണം, അതിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിപ്പം നമ്മുടെ ക്ലോത്തിൽ പാറ്റേൺ വരച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ചെയ്തിരിക്കുന്നത് ബാക്ക് പാറ്റേൺ ആണ്. അത് ഇതേപോലെ 1 ഇഞ്ച് നീക്കി വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, കാരണം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പും ക്ലോത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പാറ്റേൺ ട്രേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കേർവ് ലൈൻ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു കുഞ്ഞി പാറ്റേണും വലിയ പാറ്റേണും കിട്ടിയിട്ടുണ്ട്. അതിൽ ചെറിയ പാറ്റേൺ നമുക്കിനി യൂസ്ഫുൾ അല്ല, അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വലിയ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് ബോഡി ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ 2 പീസ് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഏത് ഡയറക്ഷനിലാണോ പാറ്റേൺ ട്രേസ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം അടുത്ത ക്ലോത്തിൽ ആ ഒരു പാറ്റേൺ ട്രേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഈ ഫ്രണ്ടും ബാക്കും എല്ലാം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ബാക്കിൽ ഓൾറെഡി നമ്മൾ സിപ്പ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിലെ പാറ്റേൺ അതുകൊണ്ട് ഞാൻ സെന്ററിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാറ്റേൺ വരുന്നതിൻ്റെ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇതേപോലെ വരും. 2 പാറ്റേണും ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ആ ഒരു ലൈൻ കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പാറ്റേണിൻ്റെ ആ ഒരു കേർവ്സ് കൊടുത്തില്ലേ, ആ ലൈൻ നമ്മളൊന്ന് മെഷർ ചെയ്തെടുക്കുക. അത് 2 ക്ലോത്തിൻ്റെയും മെഷർ ചെയ്തെടുക്കണം. ഫ്രണ്ടിൽ വിസിബിൾ ആയിട്ടിരിക്കുന്നതിൻ്റെ നമുക്ക് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ മിഡ് പോയിന്റ് വന്ന് കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെയുള്ള ലെങ്ത് നമ്മളൊന്ന് മെഷർ ചെയ്തെടുക്കുക. അതായത് ഉള്ളിൽ വരുന്ന പാറ്റേണിൻ്റെയാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അത് നമുക്കൊരു 3 ഇഞ്ചും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 2 വാല്യൂസിൻ്റെ 2 ഇരട്ടി തുണി വേണം നമ്മൾ മെയിൻ ക്ലോത്തിൽ ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം 2 ഇരട്ടി എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനോടൊപ്പം തന്നെ കുറച്ച് കൂടുതലും കൂടി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന്
റഫിൾസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ക്ലോത്തിന്റെ വീതി എന്ന് പറയുന്നത് ഞാനൊരു 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ വിട്ട് എത്രയാണെന്ന് നോക്കുക, അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നിങ്ങൾ എടുത്താൽ മതിയാവും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൽ ആ ഒരു കഴുത്തും അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിന്റെ പോർഷനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ടും ബാക്കും സെയിം കഴുത്തും സ്ലീവിന്റെ പോർഷനും ഒന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടോപ്പ് എല്ലാം തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ കഴുത്തിന്റെ അവിടെ റഫിൾസ് കൊടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം, അതായത് താഴ്ഭാഗം ഒന്ന് നമ്മൾ മടക്കി അടിക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒരു എൻഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഒന്ന് നമ്മൾ താഴ്ഭാഗത്ത് ഒരു സൈഡ് നമ്മളൊന്ന് മടക്കി അടിക്കുക. അതുപോലെ തന്നെ ആ ഒരു തുണിയുടെ ഒരറ്റത്തും നമ്മളൊന്ന് മടക്കി അടിക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ റഫിൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എത്രയാണോ നമ്മുടെ ലെങ്ത് വന്നത് അതിന്റെ 2 ഇരട്ടി എടുത്തിട്ടാണ് നമ്മൾ റഫിൾസ് ആക്കുന്നത്. അപ്പം നമ്മൾ 9 ഇഞ്ചിലോട്ടും അതുപോലെ തന്നെ 3 ഇഞ്ചിലോട്ടും ഞാൻ ചുരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു കഴുത്ത് വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ ആയിരിക്കും നമ്മുടെ ഉള്ളിലെ തുണിയിൽ റഫിൾസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഒരു സൈഡ് ഒന്ന് മടക്കി അടിക്കണമെന്ന്. അപ്പൊ മടക്കി അടിക്കാത്ത സൈഡ് നമ്മുടെ ഷോൾഡറിന്റെ അങ്ങോട്ടേക്ക് വെക്കുക. മടക്കി അടിച്ച സൈഡാണ് നമ്മൾ താഴത്തോട്ടും വെക്കേണ്ടത് കേട്ടോ. ഇതേപോലെ വരും. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത റഫിൾസ് എടുക്കുക. അതില് മടക്കി അടിക്കാത്ത ഭാഗം ഷോൾഡറിന്റെ അങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കുക. മടക്കി അടിച്ച ഭാഗം നമ്മൾ സൈഡ് സിമിന്റെ അങ്ങോട്ട് വരുന്ന പോലെ വെക്കുക. ഇനി എന്താ, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് സീമിൽ 1 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ആ 1 ഇഞ്ചിന്റെ അവിടെ ആയിരിക്കണം നമ്മൾ ഈ റഫിൾസ് വെക്കുന്നത്. അതിന്റെ അങ്ങോട്ടേക്ക് പോകരുത്. കാരണം എന്താ, അത് തയ്യൽ തുമ്പാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൈഡിൽ കട്ടി വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് അവിടെ വെക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മളൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ 2 ക്രോസ് പീസ് ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഏത് രീതിയിലും നിങ്ങൾക്ക് തയ്ക്കാം. ഒന്നെങ്കിൽ ഉള്ളിന്ന് പുറത്തോട്ട് വെച്ച് തയ്ക്കാം, അല്ലെങ്കിൽ നല്ല വശത്ത് നിന്ന് തയ്ച്ചിട്ട് മറിച്ചടിക്കാം ബാക്കിലോട്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ബാക്കിൽ നിന്നാണ് പുറത്തോട്ട് തയ്ക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആ ഒരു റഫിൾസ് വന്ന് എൻഡ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെക്കുന്നത് കേട്ടോ. അതില് ആ ഒരു സൈഡില് നമ്മൾ ഇതേപോലെ തുണി ഒന്ന് 1/4 ഇഞ്ചിലൊന്ന് പുറത്തോട്ടൊന്ന് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കഴുത്തിന്റെ അറ്റത്തൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ആ ഒരു തുണി തിരിച്ചിടുമ്പോഴത്തേക്കും അതിന്റെ അറ്റത്ത് തയ്യൽ തുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മടക്കി വെച്ചത്. അതുപോലെ തന്നെ നമ്മൾ ആ ഉള്ളിൽ വരുന്ന ക്ലോത്തും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. റഫിൾസ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ക്രോസ് പീസ് പുറത്തോട്ട് ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കി വെക്കുക. ഇപ്പൊ നമ്മൾ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. മടക്കി വെക്കുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, നമ്മൾ പിന്നെ ആ ഒരു തുണി നല്ല വശത്തിലോട്ട് തിരിച്ചിടുമ്പോഴത്തേക്കും ആ ഒരു ക്ലോത്തിന്റെ അറ്റത്ത് നല്ല ഫിനിഷിങ്ങിൽ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ല വശത്തോട്ട് 1/4 ഇഞ്ചിൽ 2 മടക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ആ ഒരു റഫിൾസ് നല്ല നീറ്റായിട്ട് തന്നെ കവർ ചെയ്ത് കിടക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല വശത്ത് നിന്ന് തയ്ച്ചിട്ട് പുറകിലോട്ട് മടക്കിയടിക്കാം, അല്ലെങ്കിൽ പുറകിൽ നിന്ന് മുമ്പിലോട്ട് മടക്കിയടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ആ ഒരു സ്ട്രാപ്പിന് പുറത്തുകൂടെ ഞാനൊന്ന് ലേസും കൂടെ കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാകും, കുറച്ചും കൂടി എടുപ്പ് കിട്ടും. എനിക്കൊന്ന് നമ്മൾ ഡ്രസ്സിനൊക്കെ ലേസ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ നോർമലി ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു എടുപ്പ് കിട്ടും ലേസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷോൾഡർ അടിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ബാക്ക് പീസ് നമ്മൾ നല്ല വശത്തിലോട്ട് തിരിച്ചിട്ടിട്ടില്ല, റോങ് സൈഡ് വെച്ചിട്ടാണ് ഇതേപോലെ ഷോൾഡർ തമ്മിൽ അടിക്കുന്നത് കേട്ടോ.
അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സ് തിരിച്ചിടുമ്പോഴത്തേക്കും ആ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് നല്ല സൈഡിലോട്ടാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ആ ഒരു ബോഡി പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതൊന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ. അതിനായിട്ട് ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് സൈഡ് സീമിലോട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാറ്റേൺ രണ്ടും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് വിട്ടു പോകാണ്ടിരിക്കും. ബാക്കി പോർഷൻ അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, നമുക്ക് സൈഡ് അടിക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും. ഇനി ബാക്കിൽ ഞാൻ സിബ് പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് എക്സാക്ട് കളർ കിട്ടാഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഡാർക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. സെയിം കളർ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഇനി നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുക. തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് സീം മെത്തേഡാണ്. ആദ്യം നമ്മൾ നല്ല വശത്തൂടെ ഒരു 1/4 ഇഞ്ചിൽ അടിച്ചിട്ട് തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഒരു 3/4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് എടുക്കുക. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്ത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡ് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ ലൂസ് ഉൾപ്പെടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. ശരിക്കും നമ്മൾ എടുത്തിരുന്നത് എത്രയായിരുന്നു? 18 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ലൂസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 20 ഇഞ്ചായി. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്, മെയിൻ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഹൈറ്റ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ ഒരു 9 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഫ്രോക്കിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് 15 ഇഞ്ചാണ്. അതിൽ നമ്മുടെ ബോഡിയുടെ യോക്ക് ലെങ്ത് 6 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ചിൽ താഴെ ഞാനൊരു 2.5 ഇഞ്ച് ഫ്രിൽസ് കൊടുക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ബാക്കി 6.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 6.5 ഇഞ്ചിൽ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാനിവിടെ 9 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ താഴെ നമ്മൾ റഫിൾസ് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വീതി വന്നിട്ട് ഞാനിവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും താഴത്തെ ആ ഒരു സർക്കംഫറൻസ് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ എടുക്കുക. പിന്നെ ലൈനിങ്ങിനും മെയിൻ ക്ലോത്തിനും നമ്മൾ ലെങ്ത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണല്ലേ. ആ 20ന്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം തയ്യൽ തുമ്പും എടുക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ സ്കേർട്ട് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 21 വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ടോട്ടൽ നമ്മുടെ 20 ആണ്, പിന്നെ സൈഡ് അടിക്കാനായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെയാണ് നമുക്ക് 21 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും രണ്ടിൻ്റെയും സൈഡ് ഒന്ന് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മൾ ആദ്യം ബോഡിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുക. ലൈനിങ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനമാണ് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് എങ്ങനെയാണ്? ഇതേപോലെ ക്ലോത്ത് നമ്മൾ നല്ല വശം ഉള്ളിലോട്ടാക്കി ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു വേസ്റ്റ് വരുന്ന ഭാഗത്തോട്ട് നമ്മൾ ലൈനിങ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റ് റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉൾഭാഗത്ത് കുത്തിക്കൊള്ളാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഫ്രോക്കിന് താഴ് ഭാഗത്ത് നമ്മൾ റഫിൾസ് ആഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് അറ്റാച്ച് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് ഞാൻ 1.5 മീറ്ററാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ലൈനിങ് 1 മീറ്ററൊക്കെ മതിയാകും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു കുട്ടി ഫ്രോക്ക് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.